കറുത്ത കട്ടയുണ്ട്, വെള്ളക്കട്ടയുണ്ട്. ഷാർപ്പ് നോട്ടും ഉണ്ട്, ഫ്ലാറ്റ് നോട്ടും ഉണ്ട്. അറിയാമല്ലോ, ഷാർപ്പ് ആൻഡ് ഫ്ലാറ്റ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കട്ടയ്ക്ക് പറയുന്ന പേര്, ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, കാരണം ആദ്യമായിട്ടുള്ള വരുന്നവരുടെ കുറച്ച് കുഞ്ഞുങ്ങളെയുമാണ് ആദ്യമായിട്ട്. അപ്പോൾ നാച്ചുറൽ സ്റ്റേറ്റ്, ഈ ഓർഗൻ്റെ ഒരു പടം ഇവിടെ കാണിക്കാണെങ്കിൽ സൗകര്യമാണ്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ കാണിക്കാൻ പറ്റുമോ? ഓർഗൻ്റെ ഒരു പിക്ചർ കാണിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. എങ്കിൽ നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, അറിയാമല്ലോ. വെള്ളക്കട്ടകൾ മാത്രം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പറയുന്നത് നാച്ചുറൽ സ്റ്റേറ്റ്. എന്താണ് നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. നമ്മൾ ദേവാലയത്തിൽ ഗായകസംഘത്തിന്റെ ഉത്തരവാദിത്വം എന്താണ്? നമ്മൾ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല, പറഞ്ഞല്ലോ അല്ലേ? ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക് അച്ഛന്മാരെയും അല്ലെങ്കിൽ ശുശ്രൂഷകരെയും ദൈവജനത്തെയും ലീഡ് ചെയ്യാൻ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ഇത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വലിയ എന്താണ്? നിയോഗമാണ്. എന്താണ്? യോഗം. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? ദേവാലയത്തിൽ വരുന്ന ജനത്തെ ഗാന ശുശ്രൂഷയിലൂടെ ആത്മീയമായ അർത്ഥതലങ്ങളിലേക്ക് പുരോഹിതന്മാരോടൊപ്പം അച്ഛന്മാരോടൊപ്പം അവരെ ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ നിയമ പശ്ചാത്തലത്തിൽ പാരമ്പര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അഹരോന്യൻ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്ന പുരോഹിതന്മാരെ സഹായിക്കാൻ ലേവ്യ ഗോത്രത്തിൽ നിന്ന് ദൈവം തിരഞ്ഞെടുത്തതാണ് കൊയർ മെമ്പേഴ്സ്. ഇന്ന് നമ്മൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേട്ടു. അപ്പോൾ അതാണ് ചരിത്ര പശ്ചാത്തലം വേദപുസ്തകപരമായിട്ട് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് ഗായസംഘത്തിൽ അംഗമായിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്, അല്ല, തമാശയല്ല. അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് വേണ്ടത് വിനയം വേണം. ഡോണ്ട് ബി ഷാർപ്പ്, ഡോണ്ട് ബി ഫ്ലാറ്റ്, ബി നാച്ചുറൽ. ഇതാണ് നാച്ചുറൽ ആയിരിക്കണം. അപ്പോൾ ദൈവം നമുക്കൊക്കെ ധാരാളം കഴിവുകൾ തന്നിട്ടുണ്ട്. നമ്മൾ ദേവാലയത്തിൽ ഗായസംഘം പ്രാക്ടീസിന്റെ സമയത്തൊക്കെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വർദ്ധിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ദൈവജനത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയെടുക്കണം. അവിടെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഡിസിപ്ലിനാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട റോബിനെ കുറിച്ചും എൻട്രൻസ്, ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണ്. ഞാൻ അച്ഛൻ പറയാത്തത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. ജെയിംസ് അച്ഛൻ എന്നോട് പറഞ്ഞു, ഈ ലിറ്റിൽ എൻട്രൻസ് ആൻഡ് ഗ്രേറ്റ് എൻട്രൻസ് ആലയത്തിലുള്ളത് ആരാലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം ഈ സെക്ഷൻ തുടങ്ങേണ്ടതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന 26 ശുശ്രൂഷ നമ്മൾ ദേവാലയത്തിൽ നടത്തിയത്. അത് പങ്കെടുത്ത കുറച്ച് പേരുണ്ട്, ധാരാളം പേരുണ്ട്. പങ്കെടുക്കാതെ ലേറ്റായിട്ട് വന്നിട്ടുണ്ട്. കാരണം ദൂരം നിന്ന് നമ്മൾ യാത്ര ചെയ്യും. എന്താണ് ലിറ്റിൽ എൻട്രൻസ് പറയാമോ? നമുക്ക് രണ്ട് പാരമ്പര്യം ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ ഞാൻ കൊണ്ടുപോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രഡീഷൻ ഇതാണ്. അച്ഛൻ പറഞ്ഞ പോലെ രണ്ടിനെ ഏകോപിച്ച് കൊണ്ടുപോകുക എന്നുള്ളത്. പ്രൊസഷനുള്ള പള്ളികളുണ്ട്, പ്രൊസഷൻ ഇല്ലാത്ത സഭകളിൽ കണ്ടേക്കാം. എന്നിരുന്നാൽ തന്നെയും പ്രൊസഷൻ ക്രോസ് നമ്മളെ പിടിക്കുന്നവരാണ്. എല്ലാവരും പിടിക്കാറുണ്ടോ? എല്ലാവരും പിടിക്കുക പ്രൊസഷൻ ക്രോസ്. എന്തുകൊണ്ടാണ്? ഒരു ദേവാലയത്തിലെ ഗായസംഘങ്ങൾ എല്ലാവരും പ്രൊസഷൻ പിടിക്കണം, പ്രൊസഷൻ ക്രോസ് പിടിക്കണം, അത് ശീലിക്കണം. ഇന്ന് രാവിലത്തെ ആരാധനയിൽ പ്രൊസഷൻ ക്രോസ് പിടിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കണ്ടില്ല. പിന്നെ എങ്ങനെ മുമ്പോട്ട് പോയത്? പിന്നെ എങ്ങനെ കാണുന്നത്? എങ്ങനെയാണ് പിടിക്കേണ്ടത്? നമ്മൾ ഇതിന് പറയുന്നത് പോലെ എങ്ങനെ പിടിച്ചാൽ തമ്പ് നേരെ തിരിച്ചാൽ മതി. അതായത് നമ്മൾ പ്രൊസഷന് പോകുന്ന സമയത്ത് ഇടത് കൈയാണെങ്കിൽ വലത് കൈ, ഏത് കൈയാണ് നമ്മൾ പാങ്ങായിട്ടുള്ളത്? പാങ്ങെന്ന് പറഞ്ഞാൽ ഇടത് കൈ വശമുള്ളവരും വലത് കൈ വശമുള്ളവരുണ്ടല്ലോ. അപ്പോൾ വലത് കൈ വശമുള്ളവർ നമ്മൾ എങ്ങനെ പിടിക്കണം? ഇങ്ങനെ പിടിക്കേണ്ടത് ഈ തമ്പ് ഇംപ്രഷൻ തിരിച്ചു പിടിക്കും. ഈ തള്ളവിരൽ സ്ട്രെയിറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇടത് തേക്കണം. അപ്പോൾ യേശുക്രിസ്തുവിനെ
യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ അനുധാവനം ചെയ്തുള്ള ആരാധനയാണ്. അപ്പോൾ ആരാധന തുടങ്ങുമ്പോൾ വിശുദ്ധ വേദപുസ്തകവുമായി പ്രൊസഷൻ ഗായസംഘം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുരിശിനോടുകൂടി ചേർന്ന് വേദപുസ്തകം കൂടെ വരുന്ന ആരാധനയുടെ തുടക്കത്തിന് പറയുന്ന പേരാണ് ലിറ്റിൽ എൻട്രൻസ്. ലിറ്റിൽ എൻട്രൻസ്. അപ്പോൾ ലിറ്റർജിയെ കുറിച്ച് ഞാൻ ക്ലാസ് എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് അത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് വേറെയാണ്. എന്നാൽ ഗായസംഘങ്ങൾ ലിറ്റർജി എന്താണെന്ന് നമ്മൾ പഠിക്കണം. എന്നാലേ ഇത് ഗായസംഘത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ സമയം പോകുന്നില്ല, നമ്മുടെ കാര്യമായി. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ എൻട്രൻസ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പന്തോക്കൽ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുമ്പ് ദാസൻ വിലാസയെ അപ്പോൾ വീഞ്ഞും കൂടെ എടുത്തുകൊണ്ട് വന്നു. അപ്പം ക്രൂസിൻ്റെ കൂടെ സിംബോളിക്കായിട്ട് അപ്പവും വീഞ്ഞും എൻട്രൻസ് ദേവാലയത്തിലേക്ക് വരുന്ന പള്ളിയിലേക്ക് വരുന്നതാണ് ദി ഗ്രേറ്റ് എൻട്രൻസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗായസംഘത്തിന് പ്രത്യേകമായിരിക്കുന്ന ഇരിപ്പിടമുണ്ട്. ഉണ്ടല്ലോ, ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടം എന്താണ്? യു ആർ സെറ്റ് അപ്പാർട്ട് ഫോർ ദിസ് മിനിസ്ട്രി. ദൈവം നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചിരിക്കുന്നത്. യെസ്, ഡോണ്ട് ബി ഫ്ലാറ്റ്, ഡോണ്ട് ബി ഷാർപ്പ്, ബി നാച്ചുറൽ. താങ്ക് യു. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കഴിവ് തർക്കത്തിൽ വിനിയോഗിക്കുക. നമുക്ക് പാട്ട് പാടാം അല്ലേ? ഒന്ന് പാടിയിട്ട് അടുത്ത ഒരു 10 മിനിറ്റ് ഞാൻ നിർത്തി. ഉച്ച കഴിഞ്ഞത്തെ 2 to 3 സെക്ഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള സെക്ഷൻ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് ഒന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. എടുത്തോ പാട്ട്. കീബോർഡ് വായിക്കുന്ന ആളുള്ള ഒരാളുകൊണ്ട് സഹായിച്ചാൽ. നിലമ്പൂർ പള്ളിയിൽ മെമ്പറാണ് എൻ്റെ പെങ്ങളുടെ മകൻ. ഇവിടെ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കസിൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ കൊയർ മാസ്റ്റർമാരൊക്കെ ഉണ്ട്, ഓർഗനൈസർമാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ പാട്ടിൻ്റെയും പ്രത്യേകിച്ച് ടോപ്പ് പാർട്സിനെയും നമ്മൾ പാടുന്നതിന് മുമ്പ് എല്ലാ പാർട്സ് പാടുന്നവരും മെലഡി പഠിച്ചിരിക്കണം. നമ്മൾ സാധാരണയായിട്ട് അത് ചെയ്യാറില്ല. മെലഡി ഇപ്പോൾ 40 ഗായസംഘമാണെങ്കിൽ 40 പേരും എന്ത് ചെയ്യണം? മെലഡി പഠിച്ചിട്ട് വേണം നമ്മൾ സെപ്പറേറ്റ് പ്രാക്ടീസും ഓൾട്ടോയും ബേസും ടെൻഡറും നമ്മൾ പഠിക്കും. എന്നിട്ട് നമ്മൾ റിപ്പീറ്റ്. അപ്പോൾ നമ്മളിപ്പം മെലഡി മാത്രം പഠിക്കും. ഉച്ച കഴിഞ്ഞ സെക്ഷൻ്റെ അവസാന ഭാഗത്ത് നമ്മളിതിൻ്റെ പാർട്സ് ഒറ്റ സ്റ്റാൻസിൽ മാത്രമേ ഞാൻ എത്തിയിട്ടുള്ളൂ. ബാക്കി സ്റ്റാൻസ് ഞാൻ ജെയിംസച്ചന് കൊടുത്തു. ജെയിംസച്ചൻ നിങ്ങൾക്കത് ഫോർവേഡ് ചെയ്യും. അപ്പോൾ ഇതിന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ആണ് നമ്മളിത് ക്രമീകരിച്ചത്. സിമ്പിളായിട്ടുള്ള ഒരു പാട്ടാണ്. കോട്ടയത്ത് ഉള്ള ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന ഒരു യുവതി ബെഡിൽ കിടന്ന് എഴുതിയ പാട്ടാണ്. ഇങ്ങനൊരു സംഘത്തിൽ നമുക്കുണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ കൊയർ മാസ്റ്ററായിരുന്ന ജേക്കബ് ഏലിയ സാറ് അതിന് ട്യൂൺ കൊടുത്തു. കഴിഞ്ഞ ദിവസം ഞാൻ സെമിനാരിയിലെ നമ്മുടെ ഓർഗനൈസ്ഡ് സ്റ്റുഡൻറ്റുമായിട്ട് ഇരുന്ന് ഇത് നൊട്ടേറ്റ് ചെയ്തു. അതുകൊണ്ട് ഇതിനൊരു ചരിത്രം കൂടെയുണ്ട്. പാട്ടുകൾക്ക് അതിൻ്റേതായ ചരിത്രമുണ്ട്. അപ്പോൾ ആ കോൺടെസ്റ്റിൽ ഉൾക്കൊണ്ട് വയ്യാത്ത ഒരു വ്യക്തി, ക്യാൻസർ പേഷ്യൻ്റ്, അവരുടെ 36ാമത്തെ വയസ്സിൽ ബെഡിൽ കിടന്നു ദൈവത്തെ പാടി ശ്രമിച്ചു.
അപ്പോൾ പാട്ടുകൾക്ക് അർത്ഥമുണ്ട്. നമുക്ക് പാടാം, ഞാൻ പാടിത്തരാം. ഉറക്കെ പാടണം. എങ്ങനെ പാടണം? ആ, ജോൺ വെസ്ലിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ജോൺ വെസ്ലി ആരാണ്? നവീകരണ ചിന്തകൻ. ജോൺ വെസ്ലി പറഞ്ഞു, എല്ലാവരും പാടണം ആത്മനിർഭരരായി ആവേശത്തോടു കൂടി സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പാടണം. എങ്ങനെ പാടണം? അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പാടാം, അത് വേണ്ട, അതിനെ ഇപ്പൊ നമുക്ക് കർത്താവിന് വേണ്ടി പാടാം. ഞാൻ പാടിത്തരാം. സൗണ്ട് എടുത്തങ്ങ് പാടിക്കൂ. വോയിസ് ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഒന്നിച്ചു വേണ്ടി പഠിക്കും. എങ്ങനെ വോയിസ് ട്രെയിനിങ് ചെയ്യണം, എങ്ങനെ നമ്മൾ ബ്രീത്തിങ് എങ്ങനെ കാണാൻ, അതൊക്കെ ഞാൻ ചില നോട്ട്സ് തന്നിട്ടുണ്ട്. ചിലത് വേറെ കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പാടാം. ഓക്കെ, ഇവിടെ എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള വേറെ മാസ്റ്റർമാരുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ പാർട്സ് തിരിയുന്നത്? എങ്ങനെ പാർട്സ് തിരിക്കുന്നത്? ഫോർ പാർട്സ് പാടുന്നവർ എങ്ങനെ തിരിക്കുന്നത്? അതിന്റെ ഫോർ പാർട്സ്. ഇപ്പോൾ ഓൾട്ടോ പാടാൻ കഴിവുള്ളവരാണെന്ന് എങ്ങനെ അറിയും? ബേസ് ആണെന്ന് എങ്ങനെ അറിയും? ടെന്നർ ആണെന്ന് എങ്ങനെ അറിയും? വന്ന് കയറി പാട്ട് കിട്ടണം. നീ ടെന്നർ, നീ ബേസ്, നീ ഓൾട്ടോ, ഞാൻ സൊപ്രാനോ. അപ്പൊ നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമല്ല സൊപ്രാനോ പാടാണ്. കാരണം എന്നാ, ഇങ്ങനെ നമുക്ക് പ്രശ്നമില്ല. അതുകൊണ്ട് സൗണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. പാടുമ്പോൾ ശബ്ദം ഉയർത്തി തുറന്ന് നമ്മൾ എന്ത് ചെയ്യണം? പാടണം. പാട്ടിൻ്റെ ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യണം. ഇൻറ്റോണേഷൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്താണ് ഇൻറ്റോണേഷൻ? ദ റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് എ പിച്ച് ഓഫ് ദി വോയിസ്. അല്ലേ? അത് പ്രസംഗിക്കുന്ന അച്ഛന്മാർക്കും വേണം ഇൻറ്റോണേഷൻ. പാട്ട് പാടുന്നത് നമുക്കും വേണം. ആരാധന എടുക്കുന്നത് നമുക്കും വേണം. ഇത് ഇൻറ്റോണേഷൻ വേണം. റൈസ് ആൻഡ് ഫോളിങ് ഓഫ് എ പിച്ച് ഓഫ് യുവർ വോയിസ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് നമ്മുടെ പള്ളിക്കകത്ത് നൈസ് പീരീഡ് നമ്മൾ വായിച്ചപ്പോൾ ഗായ സംഘം ഒരു 2-3 ലൈൻ പറഞ്ഞപ്പോൾ സൈലന്റ്, സോഫ്റ്റ് ആൻഡ് ഷോർട്ട്. പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്ന സ്വകാര്യം പറഞ്ഞപ്പോൾ സമ്മതം കൂടി. ഈ സാധനം ഇന്ന് വരിക, സ്ട്രെസ് കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻറ്റോണേഷൻ. ദ റൈസിങ് ആൻഡ് ഫോളിങ് ഓഫ് എ പിച്ച് ഓഫ് എ വോയിസ്. അപ്പോൾ നമ്മൾ ഏത് ശബ്ദത്തിലാണ് പാടുന്നത് ആ പിച്ചിന് വലിയ പ്രാധാന്യം. അതുപോലെ തന്നെ എൻ്റെ ശുശ്രൂഷകരായിട്ടുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. ലിറ്റർജിക്കൽ ട്രഡീഷനാണ് പറയുന്നത്. നമ്മുടെ ഇന്ന് ചാൻഡിങ് ആണ്. കുറച്ചുകൂടെ പിച്ചിൽ ചാൻഡ് ചെയ്യാമായിരുന്നു. എനിക്ക് മുമ്പ് ആരാധന എടുത്ത 2 അച്ഛന്മാർ അവർ ഫോളോ ചെയ്ത പിച്ചിനെ ഞാൻ ഫോളോ ചെയ്തു. ഓർഗനിസ്റ്റ് വളരെ ഭംഗിയായിട്ട് വായിച്ചു തന്നു. ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ഓർഗനിസ്റ്റിൻ്റെ അടുത്ത് പോയി സി സ്കെയിൽ ഏതാണെന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഡി ഇ. ഇതിനപ്പുറം ആരാധന എടുക്കുന്നത്. സി ഒന്ന് വായിച്ചു. സി ഈ വായിച്ചു. ഈ സൈനികമായ എങ്ങനെ പാടും? വ്യത്യാസം കണ്ടോ? അപ്പോൾ താഴത്തെ ഒരു പിച്ചുണ്ട്, ഒരു നാച്ചുറൽ സ്കെയിലുണ്ട്. ആ നാച്ചുറൽ സ്കെയിലിൽ നമ്മൾ ആരാധന എടുത്തു കഴിഞ്ഞാൽ ജനത്തിന് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിത് പറയുന്നത് കുറേയുടെ ബാധകമാണ്. കാരണം നമ്മൾ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല, കോൺഗ്രിഗേഷൻ സിംഗിങ് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ജനത്തെ ഒരുക്കിയെടുക്കാൻ വേണ്ടിയാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പാടുന്നത്. വി ആർ ലീഡിങ് ദി എൻ്റയർ കോൺഗ്രിഗേഷൻ. ഇടയ്ക്ക് ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം, നമുക്ക് പാടാം. പെട്ടെന്ന് പഠിക്കാം, സിമ്പിളാണ്. പാടിത്തരാം. പഠിക്കേ. ഓക്കെ, നമുക്ക് 2 ലൈൻ ചേർന്ന് പാടാം. പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡോറ സ്കെയിൽ നമുക്കറിയാം. വോയിസ് ട്രെയിനിങ് ചില ഷീറ്റ് ഞാൻ തന്നിട്ടുണ്ട്.
Do, re, mi, fa, sol, la, ti, do. അതിൻ്റെ അസെൻഡിങ് ഉണ്ട്, ഡിസെൻഡിങ് ഉണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്, നീ പാടാൻ പറഞ്ഞ് നിങ്ങൾ നീ പാടും. അപ്പോൾ നീ പാടാൻ പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യും? ഡോ, മീ, അതല്ല സ്ട്രെയിറ്റ് അല്ല, അങ്ങനെയാണ് പഠിക്കേണ്ടത് പാട്ട്. അപ്പോൾ ഡോ, സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, അപ്പേ പേര് സി, ഡി, ഇ, എഫ്, ജി, എ, ബി, സി, പിന്നെ അസെൻഡിങ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പാട്ട് പാടുമ്പോൾ നിങ്ങളുടെ സ്കെയിൽ പാടാൻ പറഞ്ഞാൽ ഓൾട്ടോ, ടെനർ, ബേസ് നിങ്ങൾ എടുക്കുന്ന സ്കെയിൽ പാടാൻ, ആ സ്കെയിൽ തന്നെ നിങ്ങൾ മൂടണം. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ലൈൻ ഒന്നിച്ച് പാടാം. വെച്ചെടുത്ത് വെച്ച് പോയി പോട്ടെ പോട്ടെ. തെറ്റിക്കോട്ടെ, പാട്ട് തെറ്റ് പഠിക്കണം. ഓർഗനൈസർമാർക്ക് അറിയാമല്ലോ, ബെഞ്ച് വൈസ് പാടിക്കണം, ഈരണ്ട് പാടിക്കണം, സോളോ ആയിട്ട് പാടും. എല്ലാ പാട്ടുകളും ഒറ്റയ്ക്ക് പാടാൻ നമ്മൾ പഠിച്ചിരിക്കണം. വയർ സിംഗിങ്ങിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കൂട്ടത്തിൽ ഇങ്ങനെ പോകത്തേ ഉള്ളൂ, പക്ഷെ എല്ലാവരും പഠിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ് പഠിക്കാൻ. Ready? 1, 2, 3. തീർത്തിക്കും കേട്ടോ, ഉച്ചത്തിൽ തീർത്തിക്കും. ഉച്ച കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, മെയിൻ വോയിസ് ഓരോരുത്തും ഫീമെയിൽ വോയിസ് ഓരോരുത്തും ഇരിക്കണം. പ്രശ്നമുണ്ടോ? ഇങ്ങനെയുള്ള വേദികളിൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അറിയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഒരു ശീലം ഉണ്ടാകണം. കോൺഫറൻസുകൾ വരും, നമ്മൾ ഒറ്റ മഹായുടെ ഭാഗമാണ് മലബാർ. അപ്പോൾ ഈ മലബാർ എന്നുള്ള പേര് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയാൽ എന്തെങ്കിലും മല ആൻഡ് രണ്ട് അർത്ഥമല്ലേ അല്ലേ? മല എന്ന് പറഞ്ഞാൽ മൗണ്ടൻ, ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് അറിയത്തില്ലേ ബാറിൻ്റെ അർത്ഥം? ചുമ്മാ ഇരി, വയനാടുകാരി ഞങ്ങളുടെ സെമിനാറിലുണ്ട്. എനിക്കറിയ ബാറിൻ്റെ അർത്ഥം തന്നെ എൻ്റെ അച്ഛോ ഞങ്ങൾ നിന്നും ഞങ്ങൾ അത്രക്കാരല്ല, താങ്ക് യു. പക്ഷെ ആര് കയറി ഇറങ്ങുന്നവർ നല്ല പിച്ചിൽ പാട്ട് പാടുമ്പോൾ അല്ലേ? ഫ്ലാറ്റും ഷാർപ്പൊക്കെ നല്ല സൂപ്പറായിട്ട് എടുക്കും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട അപ്പം മലബാർ ഒന്നിച്ചിരിക്കട്ടെ, ബാസലും ആംഗ്ലിക്കനൊക്കെ ഒന്നിച്ചിരിക്കും. ഒന്നിച്ച് വളരാനും ഒന്നിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഉള്ള അവസരമാണ്. ഷെയർ ചെയ്യാം. എന്നൊരു കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് വേണ്ടതുണ്ട്. ഇപ്പം എൻ്റെ ഡയസിൽ വലിയ വലിയ ഇടപെടൽ ഗംഭീര പാട്ടുകളാണ്. സാധാരണ പാട്ടുകൾ ജനങ്ങളുള്ള ഇടവുകളുണ്ട്, സഭകളുണ്ട്. ഈ ഇടവ പള്ളി മെയിൻ ചർച്ച് പാടുന്ന പോലെ ഇടവയിൽ സാധാരണ പള്ളി പാടാൻ എന്തുകൊണ്ടാണ്? സോ വി ആർ നോട്ട് ഷെയറിംഗ് ദ ടാലൻറ്റ്സ്. ദാറ്റ്സ് ഇഷ്യൂ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ടാലന്റ് നമ്മൾ എങ്ങനെയാണ് നമുക്ക് നിർത്താം. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓക്കെ. നമുക്ക് കുറച്ച് സൗണ്ട് കൂടി പാടാം. ഇത് പൊക്കോട്ടെ, സെൻറ്റേഴ്സുകാർ വേറെ മണത്തോളൂ. പൈസ ഇഷ്ടം പോലുള്ള പള്ളിയാണ്. അതുകൊണ്ട്
എന്ത് ചെയ്തോളും? അല്ലെങ്കിൽ തിരുമേനി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ആലയത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടും. പാട്ട് പാടുമ്പോഴേ വാ തുറന്ന് പാടണമെന്നേ. കാരണം ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നത് നാവ് കൊണ്ട് ഏറ്റു പറയുകയാണ്. So what you are doing in your singing is you are conveying the message of the gospel. Proclamation. അപ്പോൾ സുവിശേഷത്തിന്റെ വിളംബരമാണ് പള്ളിക്കകത്ത് ഉണ്ടാവേണ്ടത്. കടന്നു വരുന്നവർക്ക് ആശ്വാസം കിട്ടണം. നമ്മുടെ പാട്ടുകൊണ്ട് കിട്ടാറുണ്ടോ? പറഞ്ഞേ, കിട്ടാറുണ്ടോ? ആദ്യമായിട്ട് ഒരു പള്ളിയിൽ സാത്താൻ കേൾക്കുന്ന എവിടെയാണ്? ഞാൻ പറഞ്ഞിട്ട് കേട്ടുള്ളത് സാത്താൻ കേൾക്കുന്ന എവിടെയാണ്? പള്ളിയിലെ കൊയറിലാണ്. ഒരു സഭയെ മുടിക്കണമെങ്കിൽ അങ്ങോട്ട് കയറി പാമ്പ് ഉപദേശിക്കുന്നത് அந்த ഏതെങ്കിലും വന്ന സാമാനം പുള്ളി അങ്ങോട്ട് കയറി ചെറിയൊരു പണി വയ്ക്കും. കാരണം പണം അപ്പൊ സൗണ്ട് കൂട്ടി പാടിക്കും കേട്ടോ. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. 1 2 3 തെറ്റുപാടിയോ? മനസ്സിലാകുന്നുണ്ടോ? ആ പാട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിക്കണം. അവരെത്ര തവണ വേണമെങ്കിലും പാടിത്തരും. പാടിത്തരുമോ? നിങ്ങളുടെ ബ്രഹ്മാസ്ത്രത്തെ അറിയത്തില്ലെങ്കിൽ പാടിത്തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് പഠിക്കാൻ എല്ലാവർക്കും സംസാരിക്കാൻ അറിയാവുന്നവർക്ക് പ്രാർത്ഥിക്കാൻ അറിയാം. സംസാരിക്കുന്നവർക്ക് എല്ലാവർക്കും പാടാൻ സാധിക്കും. നമ്മൾ പറയും, ഓ എനിക്ക് പാട്ട് പാടാം, അവൾ വലിയ പാട്ടുകാരി അല്ല, അവൻ വലിയ പാട്ടുകാരി അല്ല. നമുക്ക് എല്ലാവർക്കും പാടാൻ കഴിവുണ്ട്. മൂടി വെക്കരുത്. നമ്മുടെയൊക്കെ വീട്ടിൽ കത്തി, ഇവിടെ കത്തിക്ക് പറഞ്ഞ കത്തി തന്നെയാണോ? നൈഫ്, അത് പല ഭാഷയിലാണ് കത്തി. ഈ പല അർത്ഥമുണ്ടല്ലോ. ആ അച്ഛൻ കത്തിയാണ് പറയുന്നത്, ഭയങ്കര കത്തിയാണ് അവിടെ. ഇത് കേൾക്കുന്നില്ല, ഇത് കേൾക്കത്തില്ല. ഓക്കെ, ഇത് കേട്ടെ. കത്തി അല്ലേ? അച്ഛൻ കത്തി, കപ്പ്യാരി കത്തി. ചില പള്ളികളിൽ ചെന്നാൽ ഒരു രക്ഷയില്ല, ഭയങ്കര കത്തിയാണ്. എന്നാൽ കത്തി എന്ന് പറയുന്നത് പല അർത്ഥം ഇപ്പോൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ അർത്ഥം നൈഫ്. ഈ നൈഫ്, കത്തി കുറച്ചു നാൾ ഉപയോഗിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ കത്തികൾ വീട്ടിലുണ്ട് കാണും ഇല്ലേ? വാക്കത്തിയാണെങ്കിലും കരക്കത്തിയാണെങ്കിലും കുറച്ചു നാൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? തുരുമ്പെടുക്കും എന്ന് പറയുന്നല്ലേ. കാലത്ത് പാടാനുള്ള കഴിവ്, പാട്ട് പാടിയില്ലെങ്കിൽ തുരുമ്പിക്കും. അതുകൊണ്ട് ഷാർപ്പൻ ചെയ്യണം. എല്ലാ ദിവസവും ഷാർപ്പൻ ചെയ്ത് നമ്മൾ മുമ്പോട്ട് പാടാം. അത് പാടാം. എവിടെ തെറ്റിയേ? ഞാൻ ശരണം, സെക്കൻഡ് ലൈൻ, തേർഡ് ലൈൻ. ഞാൻ ശരണം ആർക്കുന്നു അതുപോലെ തന്നെ പ്രൊനൗൺസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. Pronunciation. So നിങ്ങൾക്കറിയാം vowels and diphthongs. അറിയാമല്ലോ. അത് പറഞ്ഞു പറയാം. നിങ്ങൾ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് പിന്നെ 1.5 മണിക്കൂറുണ്ട്. ഞാൻ നിർത്തുക. അപ്പോൾ ഞാൻ ഓക്കെ, നിർത്തിക്കേ. എന്റേതാണോ എന്റേതാണോ? ആ എന്റെ. വാട്ട് ഈസ് ദിസ്? എന്റെ ഗോ തൻ സ്തുതികൾ എപ്പോഴും നാവിന്മേലുണ്ട്. ഞാൻ
പഠിച്ചോ? സംശയമുണ്ടോ? ഇല്ല. തന്നെ പാടാമോ? അല്ല. ഒന്നുകൂടെ പാടി നമുക്ക് നിർത്താം. റെഡി? നമുക്ക് എഴുന്നേറ്റിരിക്കാം അല്ലേ? കൊച്ചാണെങ്കിൽ ഇരിക്കട്ടെ. അപ്പോഴേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ പഠിക്കേണ്ട രീതിയുണ്ട്. നമ്മുടെയൊക്കെ മുമ്പിൽ പ്രയർ ഡെസ്കിൻ്റെ അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ടല്ലോ, യൂസ് അല്ലേ? ഉണ്ട്. അതെന്തിനു വേണ്ടിയാണ്? പുസ്തകം അവിടെ വെച്ചിട്ട് ഇങ്ങനെ എന്താ പാടാം ആണോ? അല്ല. അപ്പോൾ നമ്മൾ പുസ്തകം പിടിക്കുമ്പോൾ ചെസ്റ്റിന് തൊട്ട് താഴെ പിടിക്കണം കേട്ടോ. ഇന്ന് പലരും ഇത് പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടു, പിടിച്ച് നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചല്ല, പൊതുവിൽ നമ്മളങ്ങനെ പറയും. ഇങ്ങനെ ഇരിക്കണം. വോയിസ് മറിയാൻ പാടില്ല. എൻ്റെ വോയിസ് ആണ്. അപ്പോൾ ഇതിന് വളരെ ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. പിടിക്കേണ്ട രീതിയുണ്ട്. സൗണ്ട് വെളിയിലേക്ക് വേണം. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ഈ ഫയൽ തട്ടി എൻ്റെ വായിലോട്ട് തന്നെ കയറും. ആണല്ലോ, ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു മീ. അങ്ങനെയല്ല നമ്മൾ പാടണം. അപ്പോൾ പാട്ട് പാടാം. അതുപോലെ തന്നെ നമുക്ക് ഒറ്റ നോക്കണം. മാസ്റ്ററെ നോക്കണം, കണ്ടക്ടറെ നോക്കണം, ഓർഗനൈസറെ നമ്മൾ ശ്രദ്ധിക്കണം, മാസ്റ്ററെ ശ്രദ്ധിക്കണം, നമ്മുടെ നോട്ടും ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം. കോൺഫിഡൻസോടുകൂടി നമ്മൾ പാടണം. അപ്പോൾ ഡെവലപ്പ് ചെയ്യണം. നമുക്ക് പാടാം. ഉറക്കെ പാടിക്കും. റെഡി? 1 2 3 Thank you.